ഈ ഫാറ്റി ലിവർ ഒരുപാട് ആളുകൾക്ക് കണ്ടുവരുന്നതാണല്ലോ. അപ്പോൾ ഇതിന് മരുന്നുകളില്ലാതെ നമുക്ക് ഒരു 30 ദിവസത്തെ ഒരു ഡയറ്റ് പ്ലാനും അതേപോലെ തന്നെ ജീവിതശൈലിയിലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഇത് റിവേഴ്സ് ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യമായിരിക്കും അല്ലേ. എന്നാൽ ഇന്നത്തെ എൻ്റെ ടോപ്പിക് അതാണ്, ഫാറ്റി ലിവർ എങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും, കരളിൽ അടിഞ്ഞിട്ടുള്ള കൊഴുപ്പിനെ കംപ്ലീറ്റ് അലിയിച്ച് കളയാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കരളിന് ഡീടോക്സ് ഡ്രിങ്ക് ആയിട്ട് നമുക്ക് എന്ത് എടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്. ഫാറ്റി ലിവറിൽ 4 ഗ്രേഡുകൾ ഉണ്ടെങ്കിലും അതിൽ ഗ്രേഡ് 1, ഗ്രേഡ് 2 ഇത് രണ്ടും മരുന്നുകളില്ലാതെ നമ്മൾ ചില ഡയറ്റുകൾ കൊണ്ട് മാത്രം തന്നെ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ കരളിന് റീജനറേഷൻ കപ്പാസിറ്റി വളരെ കൂടുതലാണ്, അതായത് പുതിയ സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് വളരെയധികം കൂടുതലാണ്. എന്നാൽ ഇതിൽ ഒരുപാട് കൊഴുപ്പുകൾ അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ അത് ഇതിൻ്റെ ഈ ഒരു പുതിയ സെൽസിനെ ഉൽപ്പാദിപ്പിക്കുന്ന കപ്പാസിറ്റീനെ ബാധിക്കുന്നുണ്ടാവും. ഫാറ്റി ലിവറും കൊളസ്ട്രോളും തമ്മിൽ ലിങ്ക് ഉണ്ടോ? തീർച്ചയായിട്ടും. ഈ ഫാറ്റി ലിവർ ഉള്ളവരിൽ കൊളസ്ട്രോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ടോട്ടൽ കൊളസ്ട്രോളിലൊന്നും വലിയ വ്യത്യാസം കണ്ടില്ലെങ്കിലും ട്രൈഗ്ലിസറൈഡ്സിൽ വേരിയേഷൻ കാണാറുണ്ട്. ഈ ഫാറ്റി ലിവറിൽ കംപ്ലീറ്റ് ഇരിക്കുന്ന കണ്ടൻറ്റും ഷുഗറാണ്, അതായത് നമ്മൾ കഴിക്കുന്ന അരിഭക്ഷണവും മൈദയാണ്, കംപ്ലീറ്റ് ഷുഗറാണ് നമ്മുടെ ഈ കരളിൽ ഫുള്ളായിട്ട് അടിഞ്ഞുകൂടി ഇരിക്കുന്നത്. അപ്പോൾ അവരിൽ ഈ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ലെവൽ കുറച്ച് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അന്നജം പരമാവധി കാർബിൻ്റെ കണ്ടൻറ്റ് പരമാവധി കുറച്ചിട്ട് പ്രോട്ടീനും ഫാറ്റും അതേപോലെ നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും മാത്രം ഉൾപ്പെടുത്തിയാൽ തന്നെ ഒരു മാസം നിങ്ങൾ റെഗുലറായിട്ട് ഇത് ചെയ്തു വന്നാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. അന്നജം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ അരിഭക്ഷണം മാത്രമല്ല, ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറങ്ങിട്ട് കട്ട് ചെയ്ത എല്ലാം ആയി എന്നല്ല. ഇഡലി, ദോശ, പുട്ട്, അപ്പം, അങ്ങനെ നമ്മുടെ കേരളീയർക്ക് പ്രിയപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ തന്നെ കൺട്രോളിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് അതിന് പകരം ചെറുധാന്യങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്താം. മില്ലറ്റ് ദോശ, മില്ലറ്റ് ഇഡലി, അതേപോലെ മില്ലറ്റ് ഉപ്മ, പിന്നെ വെജിറ്റബിൾസ്, പച്ചക്കറികൾ, ഇലക്കറികളും കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. പ്രോട്ടീൻ സോഴ്സ് അധികം കഴിക്കുന്നത് നല്ലതാണ്. ഒരിക്കലും ഫാറ്റി ലിവർ വന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ നോൺ വെജ് തീരെ കഴിക്കാണ്ടാവേ അങ്ങനെ ചെയ്യരുത്. കാരണം പ്രോട്ടീൻ ഉള്ളത് നമ്മുടെ കരളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ അലിയിക്കാനും അത് സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ എടുക്കണം. കാർബ് കംപ്ലീറ്റ് നിർത്തണമെന്നല്ല, അതിൻ്റെ പോർഷൻ കുറയ്ക്കാം. നമ്മളിപ്പോൾ കഴിക്കുന്നതിൻ്റെ അളവ് ഒന്ന് കുറയ്ക്കാം. ചായയും പാലും എടുക്കുന്ന ശീലമുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പഞ്ചസാര പരമാവധി ഒഴിവാക്കുക. പഞ്ചസാര, ശർക്കര എല്ലാം തന്നെ അതിൽ ഒഴിവാക്കുക. ബേക്കറി ഐറ്റംസ്, പുറത്തുനിന്നുള്ള ബേക്കറി ഐറ്റംസ് കംപ്ലീറ്റ് നിർത്താം. മൈദ, അതേപോലെ തന്നെ ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് എണ്ണയിൽ വറുത്തത്, പൊരിച്ചത്, ഇത് ലിവറിൻ്റെ ഫങ്ഷനെ തന്നെ ടോട്ടലി ഇല്ലാണ്ടാക്കാൻ കാരണമാവും. അതുകൊണ്ട് ഇത് പരമാവധി ഒഴിവാക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഒഴിവാക്കുക. ഫ്രൂട്ട് ജ്യൂസ്, പാക്കഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവില്ല, പാക്കഡ് ഫ്രൂട്ട് ജ്യൂസിൽ നമ്മൾ HFCS എന്ന് പറയും. ഈ കോൺ സിറപ്പാണ് കൂടുതലായിട്ടുള്ളത്, ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് എന്ന് പറയുന്നത്. ഇത് വളരെ അപകടകാരിയാണ്. നമ്മൾ പുറത്ത് എടുക്കുന്ന ഒട്ടുമിക്ക സോഫ്റ്റ് ഡ്രിങ്കുകളായാലും ശരി, അവർ ഉപയോഗിക്കുന്ന ഇത് ഈ HFCS എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആണ്. സാധാരണ ഒരു ഷുഗറിനേക്കാളും പഞ്ചസാരയേക്കാളും ഈ കൃത്രിമമായിട്ടുള്ള പഞ്ചസാര വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അതാണ് മാക്സിമം എല്ലാ ഡ്രിങ്കുകളിലും അതേപോലെ തന്നെ ബേക്കറി ഐറ്റം അതിലൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ HFCS അടങ്ങിയിട്ടുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. കാരണം ഇത് പെട്ടെന്ന് തന്നെ ഈ ഫ്രക്ടോസ് നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്ന ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ആവും. ഗ്ലൈക്കോജനായിട്ട് ലിവർ അവിടെ ഇങ്ങനെ സ്റ്റോർ ചെയ്യും. അപ്പോൾ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസുകൾ ഫാറ്റായിട്ട് അത് കരളിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റാണ് ചെയ്യുക. ഗ്ലൂക്കോസ് കരളിൽ കൊഴുപ്പായിട്ട് മാറുന്നതിൻ്റെ ഇരട്ടി സ്പീഡിലായിരിക്കും ഈ ഫ്രക്ടോസ് എന്നുള്ള കണ്ടൻറ്റ് ആവുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് പുറത്തുനിന്ന് എടുക്കുന്ന ഈ ഒരു ജ്യൂസുകളും അതിൽ ഫ്രക്ടോസ് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അത് ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ആവും. അത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കരളിനെ നമുക്ക് ഡീടോക്സ് ചെയ്യണം. കരളിലുള്ള കൊഴുപ്പ് അടിഞ്ഞു കിടക്കുന്നത് കളയുക മാത്രമല്ല, അതൊന്ന് ശുദ്ധീകരിക്കണം എന്ന് വിചാരിക്കുന്നവർ നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഹോമിയോപ്പതിയിൽ കുർക്കുമ ലോങ്ങ എന്നുള്ളൊരു ടിഞ്ചറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ മഞ്ഞളാണ് മെയിനായിട്ട്. മഞ്ഞൾ കരളിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ല ഒന്നാണ്. കരളിനെ ശുദ്ധീകരിക്കാനായിട്ട് ചില ഫ്രൂട്ട്സ് വളരെയധികം നല്ലതാണ്, ചില പഴങ്ങൾ.
അതിലൊന്നാണ് ഈ മാതള നാരങ്ങ എന്ന് പറയുന്ന പൊമിഗ്രനേറ്റ്. അത് വളരെ നല്ലതാണ്. പിന്നെ ബെർറി ഫ്രൂട്ടുകൾ, ഈ ബെർറി ഫ്രൂട്ടുകളിലെല്ലാം തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത് കരളിനെ ശുദ്ധീകരിക്കാനായിട്ട് നല്ലതാണ്. നാരങ്ങ വെള്ളം, ചാമമിൽ ടീ, അതേപോലെ നമ്മുടെ മഞ്ഞളും ഇഞ്ചിയും ഉപയോഗിച്ചിട്ടുള്ള പാനീയം, ഇതെല്ലാം നല്ലൊരു ഡീടോക്സ് ഡ്രിങ്കാണ്, നമ്മുടെ കരളിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു ഡ്രിങ്കാണ്. ഈ ഫാറ്റി ലിവർ ഓഫീസിൽ വെറുതെ ഇരിക്കുന്നവർക്ക്, സെഡൻഡറി ലൈഫ് എന്ന് പറയും, നമ്മൾ ഒരു ജോലിയും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നവർക്ക് വരാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. എപ്പോഴും നമ്മളൊരു ആക്ടിവിറ്റീസിൽ ഓരോ ജോലികളിൽ ഏർപ്പെടാം. ദിവസവും വാക്കിംഗ് നിർബന്ധമാക്കുക. സ്ഥിരമായി ഇരുന്ന് ജോലി ചെയ്യുന്നവർ രാവിലത്തെ ഉള്ള വാക്കിംഗ് ഒരിക്കലും അത് ഒഴിവാക്കരുത്. വെള്ളം ഒരു 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന കണക്കിൽ വെള്ളം പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം എടുക്കുക. മലബന്ധം ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മലബന്ധം ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊന്നും തന്നെ വലിച്ചെടുക്കാൻ പറ്റില്ല. ഇതും ലിവറിൻ്റെ ഫങ്ഷനെ ബാധിക്കാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. ചിലരുടെ ചോദ്യമാണ്, ഫാറ്റി ലിവർ നമ്മൾ ഈ ഡയറ്റുകളൊക്കെ വഴി നമുക്കൊരു 30 ദിവസം ഇങ്ങനെ ചെയ്തു, ആക്ടിവിറ്റീസും എക്സസൈസും ചെയ്തു, അതേപോലെ തന്നെ കാർബൊക്കെ കുറച്ച് നോക്കി, ഇത് മാറി, ഗ്രേഡ് 1 റിവേഴ്സ്, ഇനി തിരിച്ചിത് വരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ ജീവിതശൈലിയിലെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് പിന്നെയും വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ എപ്പോഴും പോലെ തന്നെ അന്നജം വളരെ കൂടുതലായിട്ട് കഴിക്കുക, പുറത്തുനിന്നുള്ള പ്രോസസ്ഡ് ആയിട്ട് ടിന്നഡ് പാക്കഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുമ്പോൾ അത് പിന്നെയും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളുടെ ജീവിതശൈലിയും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ അത് തിരിച്ചു വരാനുള്ള സാധ്യതകൾ കുറവാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അത് അധികമുള്ള ഭക്ഷണങ്ങൾ എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ കൊഴുപ്പ് അത്ര പെട്ടെന്ന് തന്നെ നമ്മുടെ കരളിൽ അടിഞ്ഞു കൂടില്ല. പൊതുവെ എല്ലാ ഫ്രൂട്ടുകളും എല്ലാ പഴങ്ങളും നല്ലതാണ് ശരീരത്തിന്. എന്നാൽ ഫാറ്റി ലിവറിന് ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് പഴുത്ത മാമ്പഴം, മുന്തിരി. ഇതിലൊക്കെ തന്നെ ഷുഗർ കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫാറ്റി ലിവറിൽ ഡെപ്പോസിറ്റ് ആവാൻ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ സൈലൻറ്റ് കില്ലറായിട്ടുള്ള ഫാറ്റി ലിവർ നമ്മളിൽ പലരിലും അതിലിങ്ങനെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും നമ്മളത് തിരിച്ചറിയുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ തുടക്ക ലക്ഷണങ്ങളായിട്ടുള്ള അമിതമായിട്ടുള്ള ഗ്യാസ് വരിക, വയറ് വീർത്ത് കെട്ടുന്ന പോലെ, മലബന്ധം ഇടയ്ക്കിടയ്ക്ക് വരിക, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലി ഒന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് ഭാവിയിൽ ഫാറ്റി ലിവർ ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഫാറ്റി ലിവർ ഉള്ളവർക്ക് ട്രൈഗ്ലിസറിൻ്റെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ ലെവൽ കുറച്ച് കൂടി കാണിക്കാറുണ്ട്. നിങ്ങളുടെ ലിവർ നല്ല ആരോഗ്യത്തിലാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ലക്ഷണങ്ങൾ വെച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഇത് ഡോക്ടർ ജുമാന ഹസീൻ, ഡോക്ടർ ജുമാനാസ് ഹോമിയോ കെയർ, വടക്കഞ്ചേരി, പാലക്കാട്.